ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാളെ രാധികയുടെ പുതിയ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുക. അത് നമുക്ക് മുടക്കണം. നിന്റെ കയ്യിൽ അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ? പാട്ട് മുടക്കാനോ? ആ, മുടക്കണം. എവിടെ വേണേലും പോവാം. 1-2 ആഴ്ച, അല്ലെങ്കിൽ ഒരു മാസം തന്നെ. അതെന്താടാ പെട്ടെന്നൊരു യാത്രയ്ക്കുള്ള പ്ലാനിങ്? വരണം ഇതിനു മുമ്പ് ഇങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. ആ നാശങ്ങളുടെ അടുത്തുനിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം. അവര് കാണാത്ത ദൂരത്തിലേക്ക് പോയാ എല്ലാവർക്കും മനസ്സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ, കുറച്ചു സമയം ഉറങ്ങാമല്ലോ. അവരെ ഇവിടെ നിർത്തിക്കൊണ്ട് പോകാന്നാണോ? അവരെങ്ങോട്ടെങ്കിലും പോട്ടെ. അവർ ഒരിടത്തും പോവില്ല. നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിയാലേ സുകുമാരി കണിമംഗലത്തെ മഹാറാണിയാവും. നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് യാത്രയൊന്നും മോൻ പ്ലാൻ ചെയ്യണ്ട. ശരിയാ വരും. ഒരു കാരണവശാലും നമ്മൾ പോവാൻ പാടില്ല. പോയാ നമ്മള് തോറ്റുപോയതുപോലെ ആവും. എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന പോലെ ആവില്ലേ? പിന്നിപ്പോ എന്താ ചെയ്യാ? വേഷം കിട്ടുന്ന ഒരാണായിരുന്നെങ്കിൽ അടിച്ചവന്റെ നടു ഒടിക്കായിരുന്നു. ഇതിപ്പോ കൈ പൊക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായല്ലോ. എത്ര ദേഷ്യം വന്നാലും കൈ പൊക്കരുത്. കഴുത്ത് പിടിച്ച് ഞെരിച്ചു എന്നായിരിക്കും മുത്തശ്ശി പോയി പറയാൻ പോകുന്നത്. വരണേ, സുകുമാരി തൽക്കാലം ജയിച്ച് നിന്നോട്ടടാ. നിന്റെ ടെൻഷനൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനത് നോക്കി വെറുതെ ഇരിക്കുന്നെന്നാണോ നീ കരുതിയിരിക്കുന്നേ? സുകുമാരിക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. ആ, നാളെയല്ലേ മോളെ പാട്ട് പാടാൻ പോണ്ടേ? അതെ മുത്തശ്ശി. ഇയാൾക്ക് കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ശ്യാമമ്മയുടെ ഇടപെട്ട് ഇത്രയും വലിയൊരു ചാൻസ് വാങ്ങിച്ചു കൊടുത്തിട്ട് അതിലെന്തെങ്കിലും ഒരു വീഴ്ച വന്നാ അത് എത്ര പേരെ ബാധിക്കുന്നേ? എന്ത് വീഴ്ച വരാനാ? ഇവളുടെ തൊണ്ടയിൽ സംഗീതമുണ്ട്. നിത്യേന ഇവൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കൃഷ്ണസ്തുതി ചൊല്ലുന്നുണ്ടല്ലോ. അതിലും വലിയ പ്രാക്ടീസ് ഒന്നും വേണ്ട. നന്നായി പാടണം കേട്ടോ മോളെ. ഭഗവാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ ശ്രമിക്കാം മുത്തശ്ശി. ശ്യാമമ്മയുടെ എന്റെ പേര് പറഞ്ഞപ്പോ മുതല് എനിക്ക് ഉത്തരവാദിത്തം കൂടുതലാണ്. എങ്ങനെങ്കിലും നന്നായിട്ട് ഈ പാട്ടൊന്ന് പാടിയിട്ട് നന്നായിരിക്കുന്നു എന്ന അഭിപ്രായം ശ്യാമമ്മയുടെ കൂടി പറഞ്ഞാല് ഞാൻ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള പെണ്ണാവും. ശ്യാമമ്മയുടെ പറയും. ശ്യാമമ്മയുടെ തന്നെ കുറിച്ച് മാത്രമേ പറയൂ. അക്കാര്യത്തില് ഇവന് നല്ല ആത്മവിശ്വാസ. ചുറ്റുള്ളവർക്കൊക്കെ ആത്മവിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് കുറവാ. ഞങ്ങളൊക്കെ ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നില്ലേ? വേറെ എവിടെ കിട്ടും ഈ സപ്പോർട്ട്? ഒരു കാര്യം ചെയ്യാം. വേണമെങ്കിൽ നാളെ അതിരാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ക്ഷേത്രത്തിൽ പോകാൻ വിളിച്ചാൽ ഞാൻ വരാം, അല്ലാതെ അവിടെ ചെന്നെന്ന് പാടാൻ എന്നെ കൊണ്ട് പറ്റില്ല. വരും, നാളെ അമ്പലത്തിന്റെ മുന്നിൽ വെച്ചിട്ട് പാടിക്കോന്ന് പറഞ്ഞ് നിർബന്ധിക്കരുത്. എവിടെ ചെന്നാലും ഉള്ളതാ അങ്ങനെ ഒരു നിർബന്ധം. അവൻ പറഞ്ഞോട്ടെ മോളെ. അവൻ പറയുമ്പോഴൊക്കെ നീ ഒരു പാട്ടങ്ങ് പാടിക്കോ. ഒന്നിച്ച് ജീവിക്കുമ്പോ ജീവിതം ഒരു സംഗീതം പോലെ ആവട്ടെ എന്നല്ലേ പറയാ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേടാ? ബുദ്ധിയുള്ളൊരു പറയുന്ന കേക്ക്. ഈ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാലേ ഫുള്ളി മ്യൂസിക്കലായിരിക്കണം. ഫുള്ളി മ്യൂസിക്കൽ. എന്റെ ചെറിയമേ, എന്നാലും അവളെ സമ്മതിക്കണം. കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോ അതിനിടയിലും അവള് പാടാൻ പോകുന്നുണ്ടല്ലോ. അവളുടെ മനസ്സ് കരിങ്കല്ലല്ലേ കൽപ്പനെ? അവളെ സംബന്ധിച്ച് വരുൺ കൊട്ടയ്ക്ക് കൂടെ നിൽക്കുകയല്ലേ, പിന്നെന്താ അവൾക്ക് പ്രശ്നം? എന്റെ ചെറിയമേ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവളുടെ പാട്ടിനെ കുറിച്ച് അതിഗംഭീര അഭിപ്രായം. പിന്നെ പാട്ടിന്റെ കാര്യം
അത് പ്രത്യേകിച്ചും ഗായിക ശ്യാമ. അവർക്ക് പകരം രാധികയുടെ പേര് പറഞ്ഞിരിക്കുക. അപ്പോ അതിന് എത്രമാത്രം ശ്രദ്ധ കിട്ടുമെന്നറിയാലോ. ഓ, ഈ പാട്ടെങ്ങാനും പുറത്തിറങ്ങി അത് ഹിറ്റായി കഴിഞ്ഞ പിന്നെ അവള് പിടിച്ചാ കിട്ടത്തില്ല. അവള് നാളെ പാട്ട് പാടാൻ പാടില്ല. അതിനെന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ എന്ത് ചെയ്യാനാ? കൂടെ പോയി തൊണ്ടേ കുത്തിപ്പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. അവരിവിടുന്ന് പോകുന്ന കാറിന് എന്തെങ്കിലും അപകടം ഉണ്ടാക്കാൻ ഞാൻ ഗൗതമനെ വിളിച്ച് പറഞ്ഞാലോ? ഓ അല്ല, അതിന് ഗൗതം ഇപ്പൊ എവിടെയുള്ളത്? പാതാളത്തിലോ? ചെറിയമ്മ ഇത്രയും ദിവസം ഉണ്ടായിട്ട് അവനെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ? പേടിച്ചു പോയിരിക്കല്ലേ? എന്റെ കൽപ്പനെ, എങ്കിൽ നീ ഒരു മാർഗം പറ. എന്ത് റിസ്ക് ഉള്ളതാണെങ്കിലും ഞാൻ കൂടെ നിൽക്കാം. ഒന്നും മനസ്സിൽ തെളിയാത്തോണ്ടാ ഞാൻ ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. കനത്ത കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കാതെ ഇത് മുടക്കാൻ പറ്റത്തില്ല. ആ ഫിദ മാഡത്തിനൊന്ന് കൊല്ലാൻ പറ്റുമോ? അതിനാരെങ്കിലും ഉണ്ടോ നമ്മുടെ കയ്യില്? കൊല്ലാനോ? ഓ, അല്ല, വളർത്താൻ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഈ റെക്കോർഡിംഗ് നടക്കില്ല. ആ രാധിക പാടത്തില്ല ചെറിയമ്മേ. അതിന് നമ്മൾ എന്ത് ചെയ്യാനാ കൽപ്പനെ? ആ, അപ്പൊ പിന്നെ മിണ്ടാതിരുന്നോ. അവള് നാളെ വലിയ പാട്ടുകാരിയായിട്ട് ഈ വീട്ടില് ദേ ആളുകൾ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോഴേ ഏതെങ്കിലും മുക്കിലും മൂലയിലൊക്കെ ചെന്ന് ചിരിച്ചോണ്ട് നിക്കാം. അല്ല, അതെ, നമ്മളെക്കാൾ കൂടുതൽ വൈരാഗ്യം പ്രിയങ്കയ്ക്കാണല്ലോ. അവളോട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചാലോ? ആ, ചെറിയമ്മ ഈ പൊട്ടിയെടുത്തോ. ചെറിയമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കൽപ്പനെ. ചിലപ്പോഴേ പൊട്ടന്മാരും ഉപകരിക്കും. പ്രിയങ്കേ ഒന്നിങ്ങി വന്നേ. എന്തോന്നാ ചെറിയമ്മ? എന്താ? നാളെ രാധികയുടെ പുതിയ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുക. ദേ അത് നമുക്ക് മുടക്കണം. നിന്റെ കയ്യിൽ അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ? പാട്ട് മുടക്കാനോ? ആ, മുടക്കണം. ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു മാർഗവും കിട്ടുന്നില്ല. നീ ആ നാടോടികളുടെ കൂടെ കഴിഞ്ഞിട്ടുള്ളതല്ലേ? അവന്മാരൊക്കെ ദുഷ്ടതരത്തിന്റെ എക്സ്പേർട്ടുകളാ. അവര് കാണിക്കുന്ന എന്തെങ്കിലും തന്ത്രം ഓർമ്മയുണ്ടോ? തന്ത്രോ? ഓ കുന്തം. ദേ ചോദിച്ചതിനൊക്കെ വളരെ കൃത്യമായിട്ട് മറുപടി കിട്ടിയല്ലോ ചെറിയമ്മേ. ഒരു ബുദ്ധിരാക്ഷസെ കണ്ടുപിടിച്ചതാ. പാട്ട് മുടക്കണല്ലേ? വാ, നിങ്ങള് അടുക്കളയിലേക്ക് വാ. വാ വാ. ആ, അവൾക്കേ വിശന്നിട്ടുണ്ടാവും. എന്തെങ്കിലും എടുത്ത് തിന്നുന്ന കാണാനായിരിക്കും വിളിക്കുന്നത്. എന്തായാലും കൂടെ ചെന്ന് നോക്കാം. വാ.